ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു തങ്കീസ് ഡയറി. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആട്ടുംകാല്. ഇതാണ് ആട്ടുംകാൽ എന്ന് പറയുന്ന കിഴങ്ങ്. ഇത് സാധാരണ ആയിട്ട് എന്താ ഈ മരത്തിലും അതുപോലെ മതിലൊക്കെ ഇല്ലേ, മതില്, കല്ല് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ് ഈ ഒരു കിഴങ്ങ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് ഉണ്ടാവാറുള്ളത്. ഇതിൻ്റെ പിക്ചർ, ഇതിൻ്റെ ഒരു ചെടിയുടെ പിക്ചർ ഞാൻ അത് കൊടുത്തേക്കാം. അപ്പോൾ ഇതിനെ ആട്ടുംകാൽ എന്ന് മെയിനായിട്ട് പറയുന്നതിന് റീസൺ ഇതിൻ്റെ ഒരു സ്കിന്നൊക്കെ കണ്ടില്ലേ, ഒരു രോമം ഒക്കെ പോലെ ഒരു ഫീലാണ് കണ്ട. ഇതുകൊണ്ട് തന്നെയാണ് ഇതിനെ ആട്ടുംകാൽ എന്ന് പറയുന്നത്. ഇത് ഞാൻ ശരിക്കും തെങ്കാശി പോകുന്ന വഴി എനിക്ക് അവിടെ നിന്നാണ് ഇതുപോലെ കുറച്ച് ചേച്ചിമാരിരുന്ന് വിൽക്കുന്ന കണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗങ്ങളും ഇത് കഴിച്ചാൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു തന്നു. അങ്ങനെയാണ് ഈ സാധനം ഞാൻ വാങ്ങിച്ചത്. അപ്പം ഞാനും ആദ്യമായിട്ട് ഇതുകൊണ്ടൊരു സൂപ്പ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം അതിന്മേൽ തന്നെ നമ്മൾ ഇതിനെ ക്ലീൻ ചെയ്യണം. നമ്മളിങ്ങനെ ചിരണ്ടുമ്പോൾ തന്നെ ഇത് കണ്ടോ, ഇങ്ങനെ അങ്ങ് ക്ലീനായി വന്നോളൂ. അപ്പോൾ നമുക്കിത് ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ആട്ടുകാൽ കിഴങ്ങെന്നാട്ടോ പറയേണ്ടത്. അപ്പോൾ ഈ ആട്ടുകാൽ കിഴങ്ങ് ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വേണ്ട വെളുത്തുള്ളി, കുഞ്ഞുള്ളി, ഇഞ്ചി, പച്ചമുളക്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ആദ്യം മിക്സിയിലിട്ടോ കല്ലിലോ എങ്ങനെയെങ്കിലും ചതച്ചെടുക്കുക. ചതച്ചെടുത്ത ശേഷമാണ് നമുക്ക് ബാക്കിയുള്ളത്. അപ്പം നമുക്കിത് ആദ്യം ചതച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മളത് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പം ഞാൻ ആ 2 കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിൽ കൂടുതൽ കിട്ടുവാണെങ്കിൽ, നിങ്ങൾക്ക് അത്രയും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അത് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. അതല്ലെങ്കിൽ നമുക്കതിനെ ഉണക്കി പൊടിച്ച് നമുക്ക് ആവശ്യം അനുസരിച്ചിട്ട് നമുക്ക് ഫുഡിൽ നമുക്ക് ഇട്ട് ഉപയോഗിക്കാൻ പറ്റും, കുഴപ്പമില്ല. അപ്പോൾ ഇനിയാണ് ഇതിനെ നമ്മൾ സൂപ്പാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കുക്കറിലേക്ക് ആവശ്യത്തിന് കുറച്ച് മാത്രം നമ്മൾ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ചെറിയ 2 പീസ് കറുവപ്പട്ട ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ജീരകം, ആവശ്യത്തിന് കുറച്ച് ജീരകം അതിട്ട് കൊടുക്കാം. ഇനിയിപ്പം നമ്മൾ വെള്ളമാണ് ചേർക്കുന്നത്. 2 ലിറ്റർ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പം ഇത്ര എടുത്തിട്ടുള്ളത് കൊണ്ടാണ് 2 ലിറ്റർ. നിങ്ങൾ എടുക്കുന്ന കിഴങ്ങ് എത്രയാണ് അതനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനിയിപ്പം നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആട്ടുകാൽ കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പം നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കാം. അപ്പം നമ്മളതിനെ അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 4 വിസിൽ അടിക്കണം. ശരിക്കും പറയാനാണെങ്കിൽ 150 രൂപയ്ക്കാണ് ഞാൻ ഈ 2 കിഴങ്ങ് അവിടുന്ന് വാങ്ങിച്ചത്. പിന്നെ ഇവിടെ വന്ന് ഞാൻ ഇതിനെപ്പറ്റി പലരോട് ചോദിച്ചപ്പോഴാണ് ശരിക്കും നമ്മുടെ ചുറ്റുപാടും ഉള്ളൊരു കിഴങ്ങാണ്. ഇത്രയും ഗുണമുള്ളൊരു കിഴങ്ങ് നമുക്കറിയില്ലായിരുന്നു, പക്ഷെ ഇത്രയും ഗുണമുണ്ടെന്നുള്ളത്. അപ്പോൾ പിന്നാണ് ഇതിന് ഇത്രയും വിലയാണല്ലോ അവർ വാങ്ങിച്ചതെന്നൊക്കെ മനസ്സിലായത്. അപ്പം ഇതിൻ്റെ ഗുണങ്ങൾ ഇത്രത്തോളം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇവർ ഈ വില വാങ്ങിക്കുന്നത് കൊണ്ടും കുഴപ്പമില്ലെന്ന് തോന്നി. അപ്പോൾ ഇതിനിപ്പം ഒരു 4 വിസിൽ അടിക്കണം, എന്നാലും അതിൻ്റെ കറക്റ്റ് അതിൻ്റെ ആ ഉള്ളിൽ ചാറൊക്കെ ഇറങ്ങിയിട്ട് നല്ല സ്വാദ് വരുള്ളൂ. അപ്പം നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം.
ശരിക്കും പറയാനാണെങ്കിൽ ഇതിൻ്റെ ഓരോ വിസിലടിക്കുമ്പോഴും അതിൽ നിന്ന് വരുന്ന ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, ഈ നമ്മൾ ശരിക്കും ആട്ടിൻ സൂപ്പില്ലേ, ആട്ടിൻ സൂപ്പ് കുടിക്കുമ്പോൾ, ആട്ടിൻ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഉള്ളൊരു സ്മെല്ലില്ലേ, അതേ മണം തന്നെ കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയൊക്കെ ആണോന്ന് അറിഞ്ഞൂടാ, അതിൻ്റെയൊക്കെ ഗുണം. ആട്ടിൻ സൂപ്പ് അതുപോലെ നമുക്ക് ജോയിന്റ് പെയിൻസിനും ഒക്കെ നല്ലതല്ലേ. അപ്പം ഈ കിഴങ്ങും ആ ഒരു ഇതൊക്കെ തന്നെ അല്ലേ, അപ്പം അതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നല്ല ആട്ടും സൂപ്പിൻ്റെ മണമാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിപ്പം ഒന്ന് തുറന്ന് നോക്കാമേ. അപ്പം നമ്മുടെ സൂപ്പ് നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. ആ മണം നല്ലൊരു മണമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കിത് സെർവ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഇത് വേണ്ടവർക്ക് ചേർക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് ആ ഒരു മല്ലിയിലയുടെ മണവും ഫ്ലേവറൊക്കെ ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലിയില കുറച്ച് മാത്രം ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാം കേട്ടോ. നല്ല ചൂടോടുകൂടി കുടിക്കാൻ നോക്കാം. നമുക്ക് നമ്മുടെ മമ്മിക്ക് തന്നെ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. മമ്മി, സൂപ്പ് കുടിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ അഭിപ്രായം? സൂപ്പറാണ്. ശകലം ഉപ്പും കൂടെ വേണം. ആണോ? സൂപ്പ് കുടിക്കുന്ന കൊണ്ട് തന്നെയുണ്ട്, നല്ലതാണ്. ആണോ? സൂപ്പർ സൂപ്പർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.